ഹലോ, ഞങ്ങളുടെ ഈ ചാനലിലെ ഫസ്റ്റ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തെ ആറ്റിലെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഗേസ്, ഞാൻ മഞ്ജു. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചത് എൻ്റെ മൂത്ത മകളാണ് കേട്ടോ. എനിക്ക് 2 മക്കളാണ്. ഞങ്ങൾ ആറ്റിൽ കുറച്ച് തുണി കഴുകാനും നിങ്ങളെ ഈ ആറൊക്കെ ഒന്ന് കാണിക്കാനും വന്നതായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബിജു എന്നാണ്. ഞങ്ങൾക്ക് കൃഷിപ്പണിയാണ്. പറമ്പിൽ പണിയില്ലാത്തപ്പോൾ ചേട്ടായി ഓട്ടോ ഓടിക്കാനും പോവും. വാവച്ചി മിക്കപ്പോഴും അവളുടെ അച്ഛയായിട്ട് ആറ്റിൽ കളിക്കാനും കുളിക്കാനും ഒക്കെ വരാറുണ്ട്. എൻ്റെ ഇളയ കുഞ്ഞിന് 8 വയസ്സാണ് കേട്ടോ. വെള്ളത്തിൽ കളിക്കാൻ അവൾക്ക് വലിയ ഇഷ്ടമാണ്. വെള്ളത്തിൽ ഇറങ്ങിയാൽ പിന്നെ കയറി വരത്തേയില്ല. ഗൈസ്, അമ്മ പറഞ്ഞ 8 വയസ്സുകാരി ഞാനാട്ടോ. എന്റെ പേര് നന്ദിത പൂജ. അമ്മ പറഞ്ഞ പോലെ എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടോ. ഇതാണ് എന്റെ ഇച്ഛ. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ ചേച്ചീനെ ഇച്ഛ എന്നാട്ടോ ഞാൻ വിളിക്കുന്നേ. എന്റെ ഇച്ഛയുടെ പേര് നന്ദന. എനിക്ക് മീൻ പിടിക്കാൻ ഭയങ്കര ഇഷ്ടോ. ഇച്ഛയെ വിളിച്ചപ്പോ ഇച്ഛ എന്റെ കൂടെ മീൻ പിടിക്കാൻ വന്നു. അങ്ങനെ ഞങ്ങൾക്ക് 5-6 കുഞ്ഞു മീനുകളെ കിട്ടി. കുഞ്ഞു മീനാണെങ്കിലും മീനെ കിട്ടിയപ്പോൾ വാവച്ചി അങ്ങ് ഹാപ്പിയായി. നന്ദിത പൂജേനെ വാവച്ചി എന്നാട്ടോ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. 6 വറ്റാറാകുമ്പോഴേക്കും ഇവിടെ ഒരുപാട് മീൻപിടുത്തക്കാർ വരും കേട്ടോ. 2-3 കിലോ ഉള്ള മീനെയൊക്കെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകും. വാവച്ചി എപ്പോഴും മീൻ പിടിക്കണമെന്ന് പറച്ചിലായതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങളൊരു പാത്രമൊക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങളെ കിട്ടിയ മീനെല്ലാം കൂടെ പാത്രത്തിലാക്കി. വാവച്ചി എന്നെ തുണി ഊരിപ്പിഴിയാൻ സഹായിക്കാൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാണ്ടേ ചേച്ചി അനിയത്തിയും കൂടി വെള്ളത്തിൽ കളി തുടങ്ങി. ഇപ്പോൾ ആറ്റിൽ വെള്ളം കുറവായതുകൊണ്ട് വാവച്ചിക്ക് ധൈര്യമായിട്ട് നിന്ന് കളിക്കാം. ഉടുപ്പെല്ലാം നനഞ്ഞോണ്ട് ഞാനതെല്ലാം പിഴിച്ചിട്ടു. നല്ല വെയിലായോണ്ട് കളി കഴിഞ്ഞ് വരുമ്പോൾ ഉടുപ്പ് ഉണങ്ങും. തുണിയൊക്കെ അലക്കി കഴിഞ്ഞു. ഇനി ആറിൻ്റെ താഴോട്ടുള്ള കാഴ്ചകൾ. കുളിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ തോർത്തി ഉണങ്ങി ഉടുപ്പും തോർത്തൊക്കെ എടുത്ത് വാവച്ചിയുടെ പോക്ക് കണ്ടോ വിട്ടടിച്ച് പോവുക. നമ്മൾ ഈ കാണുന്നത് കട്ടപ്പനയാറാണ് കേട്ടോ. ഇത് നേരെ ചെന്ന് ചേരുന്നത് അഞ്ചുരുളിയിലേക്കാണ്. ഉയരം കൂടും തോറും ചായയുടെ സ്വാദ് കൂടുന്ന പോലെ താഴോട്ട് പോകും തോറും ആറിൻ്റെയും പരിസരത്തെയും ഭംഗി കൂടി കൂടി വരിക കേട്ടോ.
ചുറ്റും കുറേ മരങ്ങളും ഇല്ലികളും പനകളും നല്ല ഭംഗിയുണ്ട്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ കയറി പിള്ളേർക്കൊക്കെ കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യാം. മഴക്കാലമായാൽ അടിച്ചു തെല്ലി വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമായത്. പിന്നെ ഈ പാറയൊന്നും കാണത്തില്ല. കാണാനിറങ്ങിയാൽ പിന്നെ നമ്മളും കാണത്തില്ല. വേനൽ മഴയൊക്കെ കിട്ടി ചെടികളും മരങ്ങളും എല്ലാം തളിർത്ത് നിൽക്കുക. നല്ല പച്ചപ്പുണ്ട് കാണാൻ. കുറച്ചുകൂടെ താഴെ ഒരു വള്ളിയുള്ള മരമുണ്ട്. പിന്നെ അതേ തൂങ്ങിയായി വാവച്ചിയുടെ കളി. ഈ വള്ളിമരത്തിന്റെ പേരറിയാവുന്നവര് കമന്റ് ചെയ്യണം ഗൈസ്. ആറ്റിൽ കൂടി നടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണിത്. ഞങ്ങൾ ആറ്റിൽ കൂടി താഴോട്ട് കുറേ നടന്നു. ഇനിയും നടക്കാൻ കുറേ ഉണ്ട്. ആറ്റിലെ കാഴ്ചകൾ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. അലക്കിയ തുണിയുമായി വീട്ടിൽ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. മഴ കഴിഞ്ഞ് മുറ്റത്ത് ഇറങ്ങി നോക്കിയപ്പോൾ ദാ ഒരു മഴവില്ല്. ഇതോടെ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ ആദ്യത്തെ വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യില്ലേ, ഷെയർ ചെയ്യില്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.